നമസ്കാരം. ബലിപെരുന്നാൾ നമ്മിലേക്ക് ആഗതമാകുകയാണ്. എല്ലാ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഹജ്ജിൻ്റെ വേളയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബലിപെരുന്നാൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പെരുന്നാളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിനോടുള്ള അവരുടെ ആത്മാർത്ഥമായ സമീപനത്തിലൂടെ അവർ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളുടെ വലിയ ഒരു കഥയാണ് ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്ന കർത്തവ്യത്തിലേക്ക് എത്തപ്പെടാൻ കാരണമായത്. സ്വന്തം മകനെ ബലി കൊടുക്കാൻ തയ്യാറായ ഒരു പിതാവും ഒരു ഭയവുമില്ലാതെ തൻ്റെ കഴുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായ മകൻ ഇസ്മായിലിൻ്റെയും ജീവിത ത്യാഗത്തിൻ്റെ കഥയാണ് ബലിപെരുന്നാളായി മാറിയിരിക്കുന്നത്. ബലിപെരുന്നാളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2-3 വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങൾ അവർ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ എന്തിനേയും ഉദാഹരണമാക്കിക്കൊണ്ട് പല വിഷയങ്ങളും ഉദാഹരണമാക്കിക്കൊണ്ട് പലരും പലതും പറയാറുണ്ട്. അതിലേറ്റവും വിമർശനപരമായി സംസാരിക്കുന്ന ചില വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളെ കുറിച്ച് ഞാൻ പലപ്പോഴായിട്ട് സൂചനകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ പൊതുവെ എല്ലാത്തിൻ്റെയും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ആ കുറ്റങ്ങൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ രീതി, അതാണ് മനുഷ്യരിൽ നിന്ന് ആദ്യം പോകേണ്ടത്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ്. ഈ ചരിത്രത്തിൻ്റെ കഥ പരിശോധിക്കുമ്പോഴും പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബിയുമൊക്കെ ഈ ലോകത്തുനിന്ന് മറയപ്പെട്ടു പോയെങ്കിലും അവരുടെ നാമം എത്രയോ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും ആ ചരിത്രകഥ ഇന്നും പിന്തുടരാനായി ഒരു സമുദായം ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ സ്മരണകളിൽ നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ചരിത്രപരമായി നോക്കിയാൽ കാണാം. സ്വാമി വിവേകാനന്ദനും ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും എബ്രഹാം ലിങ്കൺ, അങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് ചരിത്രപരമായിട്ട് നമ്മൾ പഠിക്കുന്ന കാലം മുതലേ നമുക്ക് അത്തരം ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവരുടെ പ്രതിമകൾ ഒക്കെ റോഡുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വിമർശനപരമായ രീതിയിൽ വിഷയങ്ങൾ, ഏറ്റവും വിമർശനമായ രീതിയിൽ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഖുർആനെ കുറിച്ചിട്ട് അതിലെ ചില ആശയങ്ങൾ എടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ ഇതെല്ലാം ഷിർക്കാണ്, കുഫറാണെന്ന് പറയുന്ന മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള വിഭാഗം. പൊതുവെ ഇവർ ഈ കറാമത്ത് കഥകളൊക്കെ കേൾക്കുമ്പോൾ പരിഹസിക്കുന്നവരാണ്. അപ്പോൾ കറാമത്ത് കഥകൾ കേൾക്കുമ്പോൾ പരിഹസിക്കുന്ന ഇവർ എങ്ങനെ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു എന്ന് ആലോചിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഇന്നത്തെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കൊണ്ട് നമ്മൾ വിഷയത്തെ വിലയിരുത്തുമ്പോൾ ഒരു മകനെ ബലി കൊടുക്കാനായിട്ട് ദൈവം കൽപ്പിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ബലിപെരുന്നാൾ നടക്കുന്നത്. മനുഷ്യനെ അറുക്കുന്നതിന് പകരം ഇന്ന് മൃഗങ്ങളെ അറുത്തുകൊണ്ടാണ് ആ ചടങ്ങ് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഖബർ സിയാറത്തും ഖബറിൽ വലം വെക്കുന്നതും അത്തരം കാര്യങ്ങളെയൊക്കെ ഇവർ വളരെ മോശമാക്കി പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന പ്രവാചകൻ അള്ളാഹുവിനെ മാത്രം മതി, അള്ള മാത്രം മതി, അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഈ കൂട്ടർ ഈ കഅബ തവാഫ് ചെയ്യുന്നതും മീനയിൽ ചെന്ന് കല്ലെറിയുന്നതും അതുപോലെ തന്നെ ആ ചരിത്രം, ദൈവം മകനെ അറുക്കാൻ പറഞ്ഞ സംഭവത്തിനേക്കാൾ ഇവരെങ്ങനെയാണ് ഉൾക്കൊണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് കടന്നു വന്ന കാര്യങ്ങളാണ് ഓരോ സമുദായങ്ങളും അതാത് രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കറാമത്തുകൾ ഇന്നും നടക്കുന്നുണ്ട്. അത് അത്തരം സ്ഥലങ്ങളിൽ ചെന്നിരുന്നാലാണത് മനസ്സിലായി. ഇപ്പം നമുക്ക് ചന്ദ്രനെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, അത് ചന്ദ്രനാണെന്ന് പറയാൻ നമുക്കറിയാം. അതിൻ്റെ അപ്പുറത്ത് ചന്ദ്രൻ എന്താണ്, എങ്ങനെയാണ്, അവിടെ എന്തെല്ലാം അവസ്ഥകൾ എന്നുള്ളത് നമുക്ക് പാഠപുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര ഗവേഷകന്മാർ പറയുന്ന കഥകൾ നമുക്ക് കേൾക്കാം. പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ അവരാണത് കാണുന്നത്, അവർക്കത് അപ്പം എല്ലാവരും ഇത് കാണുന്നില്ല. അപ്പം അത് കണ്ട് അറിഞ്ഞ് പറയുന്നവരുടെ ആ ഒരു അവസ്ഥ, അപ്പം അത് അവർ അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പം അനുഭവിച്ചറിയുന്നവരാണ് ഈ പറയുന്ന കറാമത്തുകളും കാര്യങ്ങളും ഒക്കെ ഓരോ ഔലിയാക്കന്മാരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ കറാമത്തുകൾ പറയുന്നത്. ഈ പറയുന്നവർക്ക് തന്നെ പല രീതികളുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള സംസാര രീതി, തിരുവനന്തപുരത്തുള്ള സംസാര രീതി, കൊല്ലത്തുള്ള സംസാര രീതി, അതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടി ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലുള്ള സംസാര രീതി, ഇങ്ങനെ ഓരോ സ്ഥലത്തും ചില പേരുകൾ പല പേരുകളായിട്ട് അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നൊരു മീനിൻ്റെ പേര് ചിലപ്പോൾ തൃശ്ശൂർ ജില്ലക്കാർ പറയണത് വേറൊരു മീനിൻ്റെ പേരായിട്ടായിരിക്കും. അങ്ങനെ ചില വിഷയങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ മാറിയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഇപ്പോൾ പണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഇതുപോലെ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് കോഴിക്കോട് ഒരു ഹോട്ടലിൽ കയറി കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ പൂളയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു, പൂളയോ അതെന്ത് സാധനമാണ്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ പുഴുങ്ങിയത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കപ്പ എന്നാണ് പറയണത്, അവിടെ പൂള എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ കൺഫ്യൂഷനാകും. ഇപ്പോൾ ഞാൻ തന്നെ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലെ നിസ്കാരത്തിൽ അവിടെ ആമീൻ പറയാറില്ല, ഞാൻ ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ പല രീതിയിലാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ രീതികളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോകണം. പ്രവാചകൻ ഇപ്പം നമ്മൾ പറയുന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറയുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു വഹി മുഖാന്തരം, അതായത് ദൈവത്തിൻ്റെ വഹി ജിബ്രീൽ മാലാഖ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ അറിവുകൾ പ്രവാചകനിൽ നിന്നും കേട്ടറിഞ്ഞ സഹാബത്തുകൾ, ഒരുപാട് സഹാബത്തുകളുണ്ട്. പലരോടും പല രീതിയിൽ പല സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവരവരുടേതായ ജീവിത രീതികൾ മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാവരും ഒരുപോലെയല്ല. അവിടെയാണ് ഷിയാക്കളുടെ രീതിയും അതുപോലെ തന്നെ സുന്നികളുടെ രീതിയും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ വരാൻ കാരണം. അപ്പം ഇതെല്ലാം നമ്മൾ മൊത്തത്തിലൊന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു തർക്കമില്ലാതെ വിഷയത്തെ മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറിച്ച് ഏതോ ഒരു വിഭാഗം ചെയ്യണ കാണുമ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പോൾ ചൈനയിൽ ചെന്നാൽ പാമ്പിനെ തിന്നുന്നവരുണ്ട്, നമ്മുടെ നാട്ടിൽ പാമ്പിനെ തിന്നാറുണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഭക്ഷണ രീതി, ജീവിത രീതി, അവിടുത്തെ ഭരണഘടനാ രീതി, അങ്ങനെ നിയമവ്യവസ്ഥിതികൾ. ഇപ്പോൾ സൗദി അറേബ്യയിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈവെട്ടും തലവെട്ടും. അത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാ രാജ്യത്തും ഒരുപോലെ തന്നെ വരണമെന്ന് നമ്മൾ വാശി പിടിക്കണ്ടേ? ഇവിടുത്തെ നിയമം തന്നെ എല്ലാ രാജ്യത്തും ഉണ്ടാകണം എന്നതുപോലെ ഓരോ കാലഘട്ടത്തിലും അക്കാലത്തിൽ ജീവിച്ചിരുന്നവരുടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലൂടെയാണ് ഓരോ സംഭവങ്ങളും ഉണ്ടായത്. ഇപ്പം ആരിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പരിഹാസത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടേക്കണത്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഉച്ചരിക്കുന്നതും. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഒരാളോട്, ഭാര്യയെ തല്ലാമോ, അങ്ങനെ തല്ലാൻ ഒരു സ്ത്രീയെ തല്ലാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് തല്ലാം. അപ്പോൾ ഇയാൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന, അതായത് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയെ തല്ലാമെന്ന്. അപ്പോൾ ഒരു സ്ത്രീയെ തല്ലാം, എന്തിനു തല്ലാമെന്നുള്ളതും കൂടി വിശദീകരിക്കണം. അതും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. എന്തിനാണ് തല്ലേണ്ടത്,
എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന വിള്ളലുകൾക്ക് പരിഹാരങ്ങൾ, ആ പരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരോ രീതികൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ ഒരു പെണ്ണിനെ ആരും പോയി തല്ലാറില്ല, ഒരു പെണ്ണിനെ വെറുതെ ഉപദ്രവിക്കാനും പറ്റില്ല. അപ്പോൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഈ തല്ലാത്ത ആരാ ഉള്ളത്? അപ്പം ഇദ്ദേഹം സ്ത്രീയെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെയും തല്ലാൻ പാടില്ല, അത് തെറ്റാണ്. പക്ഷേ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഒരു തെറ്റായ രീതിയിൽ പ്രവർത്തനം നടത്തി അത് തെറ്റാണെങ്കിൽ പ്രതികരണ അടിസ്ഥാനത്തിൽ അങ്ങനെ എല്ലാ ആളുകളും, അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിമുകളായാലും ഒക്കെ ഈ പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ്, അല്ലാത്തവരല്ല. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാര്യ വേറെ ഒരുത്തനായിട്ട് നല്ല എന്താ പറയുക സൗഹാർദ്ദം പുലർത്തി അവർ തമ്മിൽ ഏതെങ്കിലും ഒരു ഇഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി തല്ലാതെ അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടിരിക്കും. അപ്പം അത്തരം രീതികൾ വരുമ്പോൾ ഓരോരുത്തരുടെ റിയാക്ഷനുകൾ ആ സമയത്തിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. ചിലർ കൊല്ലും, ചിലർ തല്ലും, ചിലർ ഉപേക്ഷിക്കും. അതൊക്കെ ആ സന്ദർഭത്തിലുണ്ടാകുന്ന കാര്യങ്ങളാണ്, ഒന്നും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നുമല്ല. അപ്പോൾ ഖുർആൻ ഇത്തരം സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിൻ്റെ പേരിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു താക്കീതെന്നുള്ള നിലയിലാണ് വിഷയങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലാണ്ട് ഏത് പെണ്ണിനെയും പോയി തല്ലാനല്ല. പക്ഷെ ഇയാളുടെ സംസാരം കേട്ടാൽ ആളുകൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോകും. എന്താണെന്ന് വെച്ചാൽ ഒരു ചോദ്യമേ ഉള്ളൂ, ഒരു ഉത്തരമേ ഉള്ളൂ, അതിനെ അയാൾ സമയം കൊടുക്കണുള്ളൂ, ബാക്കി വിശദീകരിച്ച് പറയുന്നില്ല. വിശദീകരണങ്ങളാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മളെല്ലാവരും ഇരുന്നൊന്ന് ചിന്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പോത്തുകളെ ഇനി പറക്കും. ആടിനെയാണ് അള്ളാഹു താല കൊടുത്തത്. അപ്പോൾ അള്ള കൊടുത്തത് ആടിനെയാണെങ്കിൽ എല്ലാവരും ആടിനെ തന്നെ അല്ല ഇറക്കേണ്ടത്. പോത്തിനർത്ഥം എങ്ങനെ ശരിയാവും? അപ്പോൾ പറയുന്നു റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ആ രീതി ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹ് ഇബ്രാഹിം നബിക്ക് കൊടുത്തത് ആടിനെയാണ്. അപ്പം എല്ലാവരും ആടിനെ തന്നെ ഇറക്കണം. എന്താ പോത്തിലേക്ക് വരാൻ കാരണം? അത് ആരുണ്ടാക്കിയ നിയമമാണ്? പോത്തിനെ ഉണ്ടാക്കിയ നിയമം ആരുണ്ടാക്കിയതാണ്? എല്ലാം നമ്മൾ പരിശോധിക്കണം, അല്ലാതെ വെറുതെ അല്ല. പിന്നെ ചില ആൾക്കാരുണ്ട് പോത്തിനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് തീറ്റയൊക്കെ കൊടുത്ത് ഭയങ്കര അങ്ങോട്ട് വണ്ണം കൂട്ടി. ഞാൻ തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ഹദിയ ചെയ്യുന്ന, സദക്ക ചെയ്യുന്ന ഒരു കാര്യം, അതിനെ നമ്മൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതും മറ്റേ കൈ അറിയരുതെന്നുള്ളൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത് കൊണ്ടൊന്ന് കെട്ടിയിട്ടാ ഈ പോത്ത് എങ്ങനെയുണ്ട്? അത്രയും പോത്തുകളുടെ ഇടയിൽ ഞാൻ കൊടുത്ത പോത്താണ് ഏറ്റവും മുന്തിയത്. ഇങ്ങനെയൊക്കെ വിമ്പളക്കുന്നവർ ഇവർ കൊടുത്ത സദക്കയുടെ കൂലി തന്നെ നഷ്ടപ്പെടണേന്ന്. പണ്ട് മൂസാ നബി അലൈഹി സ്വലാം, ഒരു ചരിത്ര കഥ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അതായത് മൂസാ നബി അലൈഹി സ്വലാം ഈ വഴിപഴപ്പിക്കുന്ന ഇബ്ലീസ് എന്ന പേരുള്ള ജിന്നിനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് മനുഷ്യനെ വഴിപഴപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹത്തെ ഞാൻ മനുഷ്യരിൽ നിന്നാക്കി കൊടുക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ അവനിക്ക് റബ്ബിൻ്റെ കയ്യിൽ നിന്ന് കൂലിയുണ്ട്. അതവൻ ആരോടും പറയാതെ അതിൽ അവൻ ദൈവത്തിൽ സമർപ്പിച്ച് നടക്കുമ്പോൾ അതെനിക്ക് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് കൂലിയുണ്ട്. മറിച്ച് താൻ ചെയ്തത് നാട്ടുകാരൊക്കെ അറിയണം, അത് താനാണ് ചെയ്തതെന്ന് ജനങ്ങളാൽ അവന് അംഗീകരിക്കുമ്പോൾ, ജനങ്ങൾ അവനെ പുകഴ്ത്തുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള കൂലി പോയി മനുഷ്യരിൽ നിന്നുള്ള കൂലിയാണ് കിട്ടുന്നത്. ഇന്നത്തെ ഏത് സംഭാവനകൾ എടുത്തു നോക്കിയാലും മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള സംഭാവനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ട് പണം കൊടുത്താൽ അത് പത്രക്കാരെ വിളിച്ച് എല്ലാവരും അറിയിപ്പിക്കും. അങ്ങനെ പല സ്ഥലത്തും പലർക്കും സഹായം ചെയ്യുന്നത് ഒരു പ്രോഗ്രാം ആക്കി വീഡിയോ ആക്കിയിട്ട് ഇവരൊക്കെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരാണ്. രണ്ടുദ്ദേശങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒരു ഉദ്ദേശം അവരുടെ മനസ്സിൽ ഇത് കണ്ടെങ്കിലും കുറേ ആൾക്കാർ ഇങ്ങനെ നന്മ ചെയ്യട്ടെ എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ചില ആൾക്കാർ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. രണ്ടും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അടുത്ത് ഞാൻ കണ്ടു, ഒരു ഫാമിലി കൂട്ടത്തോടു കൂടി വന്ന് ഒരു കാട്ടിലേക്ക് വന്നിട്ട് അവർ കുറേ തണ്ണിമത്തൻ, അതുപോലെ തന്നെ മാങ്ങ, വെള്ളരിക്ക, അങ്ങനെ പല സാധനങ്ങളും അരിഞ്ഞു കൂട്ടി ഒരു പാത്രത്തിൽ വെള്ളം ഒക്കെ നിറച്ച് അവർ ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് ധാരാളം കുരങ്ങന്മാരും ഇതൊക്കെ വന്നിട്ട് അത് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം അതുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ ഒരു ഫാമിലി അങ്ങനെ കൊണ്ടുപോയി അത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കാരുണ്യമാണ് തോന്നിയത്. എന്നാൽ ചില വിഷയങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അത് കൂടുതലും കാണിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്.
മറ്റുള്ളവരെ സോപ്പിട്ട് അവരുടെ മുമ്പിൽ അഭിനയിച്ച് അടുത്ത ഇലക്ഷനിൽ തനിക്ക് ഒരു സീറ്റ് കിട്ടണമെങ്കിൽ മാക്സിമം സോപ്പിട്ട് നിന്നാലേ കാര്യം നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. ഇവരാണ് സൂചിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ. സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ വിഷയങ്ങളെയും പരിഹസിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും ചരിത്രങ്ങൾ പരിശോധിച്ച് പോകുന്നവനിക്ക് മാത്രമേ സത്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സത്യങ്ങളെ തിരിച്ചറിയാനും സത്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനും തയ്യാറായി അത് ബോധ്യപ്പെട്ട് ആ ബോധ്യപ്പെടലിലൂടെ നടക്കുമ്പോൾ മാത്രമേ ഈ തർക്കം ഒഴിവാവുള്ളൂ. അല്ലാതെ കേവലം പരിഹാസങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അരിഭക്ഷണം കഴിക്കുന്നവരാണെന്ന് പൊതുവെ പറയാറുണ്ട്. ഞങ്ങൾ അരിഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും കുഴിമന്തിയും അതൊക്കെയാണ് കഴിക്കണത്. എങ്കിലും ഈ കുഴിമന്തി കഴിച്ചിട്ടാവും പറയും ഞങ്ങളൊക്കെ അരിഭക്ഷണമാണ് കഴിക്കണം. അപ്പോൾ ഇവൻ്റെയൊക്കെ സ്വഭാവം ഈ ഭക്ഷണത്തിൻ്റെ രീതി പോലെയാണ്. അപ്പോൾ അറബികൾ കഴിക്കണ ഫുഡൊക്കെയാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്ന ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനും ഒക്കെ കഴിക്കണത്. ഈ പറയുന്ന അൽഫാം, കുഴിമന്തി, ഇതിൻ്റെയൊക്കെ പേര് തന്നെ ഇസ്ലാമിക നാമങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വിഴുങ്ങുന്നവർ ഇസ്ലാമിനെ വളരെയധികം വിമർശിക്കുകയും ആ ഭക്ഷണം തിന്നുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു തമാശയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയുക. കാരണം കറണ്ട് കൊണ്ട് എല്ലാ വസ്തുക്കളും പ്രവർത്തിക്കും. കറണ്ടിനൊരു സ്വഭാവമേ ഉള്ളൂ. പക്ഷെ അത് മുഖാന്തരം പല വസ്തുക്കളും പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഷോർട്ടായാൽ എല്ലാം പൊട്ടിത്തെറിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരും, ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസൽമാനായാലും ഏതൊക്കെ താഴ്ന്നതായാലും മേലുള്ളതായാലും ഏത് തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഓക്സിജൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്സിജൻ ഒന്നേ ഉള്ളൂ. അത് ശ്വസിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്നത്. ഷോർട്ടാകാതിരിക്കട്ടെ, പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വിഷയം നിർത്തുന്നു. നമുക്ക് നാളെ വീണ്ടും കേൾക്കാം.